അങ്ങനെ ഇതാ 2025 എന്ന ഈ ഒരു വർഷം കടന്നുപോയേക്കാണ്. മലയാള സിനിമയുടെ പീക്ക് ടൈമായിരുന്നു 2025. 24 തുടങ്ങിയ ഒരു ഘോഷയാത്ര 2025 അതുപോലെ തന്നെ തുടർന്നു. ആദ്യമായി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് 300 കോടി ക്ലബ്ബ് പിറക്കുന്ന ഒരു സിനിമ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇതുപോലെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ നേടിയ 10 സിനിമകളിൽ ഒരിടം നമ്മുടെ മലയാള സിനിമയ്ക്കുണ്ട്. അത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയാണ്. അപ്പോൾ ഇതുപോലെ ഇറങ്ങി എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ ഇവിടെയാണ് സംസാരിക്കുന്നത്. അത്ര ഹിറ്റായ സിനിമകളുണ്ട്, അതുപോലെ മിക്സഡ് റെസ്പോൺസിബിലിറ്റി സിനിമകളുണ്ട്, ഫ്ലോപ്പായി പോയ സിനിമകളുണ്ട്. ഫ്ലോപ്പിനെ പറ്റി നമ്മൾ നോക്കുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ, ഒരുപാട് സിനിമകൾ ഹിറ്റാവും. ഞാൻ ഇപ്പോൾ ഈ പറയുന്നതിൽ വിട്ടുപോയ ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് സമയം കാണേണ്ട വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ 2025 അവസാനത്തെ വീഡിയോ ആയിരിക്കും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ 2026 ആയിട്ടുണ്ടാവും. കാരണം ഞാൻ ഇന്ന് ഈ പറയുന്നത് 31 തീയതിയാണ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണും 1 തീയതിയോ അല്ലെങ്കിൽ 2 തീയതിയൊക്കെ ആയിട്ടാവും. അപ്പോൾ എന്നാലും പോലെ അപ്പോൾ ആദ്യത്തെ സിനിമ അത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് കൂടുതലൊന്നും പറയണ്ട. നിലവിൽ നമ്മുടെ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ നേടിയ സിനിമയും നമ്മുടെ ഇൻഡസ്ട്രി 2 ആണ്. വേൾഡ് 310 കോടിക്ക് അടുത്ത് സിനിമയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഐസ് ഗ്രോസറോടെയാണ് ഈ ഒരു പടം. ഇൻഡസ്ട്രി 2 കൂടെയാണ് ഏകദേശം 120 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. തുടരുമെന്ന സിനിമ അറിയാവുന്നതുകൊണ്ട് ഇൻഡസ്ട്രി 2 ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. വലിയൊരു സീരീസിൽ തന്നെ തുടക്കം വിട്ടേക്കാണ് ഈ ഒരു കൊല്ലം നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി. കല്യാണി പ്രദർശൻ, നെസ്ലിൻ, ടൊവിനോ തോമസ്, അതുപോലെ ദുൽഖർ സൽമാൻ, പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു മൂത്തവൻ്റെ ക്യാരക്ടർ, അങ്ങനെ പല ക്യാരക്ടർ കൊണ്ട് വിശിഷ്ടമായ പടമാണ്. അപ്പോൾ ഇതിന് 2ാം ഭാഗം കാണികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഹിറ്റാണ്, ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററാണ്, ഫുൾ ടൈം ബ്ലോക്ക് ബസ്റ്ററാണ് സിനിമ. അടുത്ത പടം കളങ്കാവൽ, നമ്മുടെ മമ്മൂക്കിയ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് സൈക്കോ ക്രൈം ത്രില്ലർ സിനിമ. ഈ ഡിസംബർ 5 റിലീസ് ചെയ്ത് ഇപ്പോൾ 83 കോടിയാണ്, 85 കോടിയൊക്കെ മറികടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പടം. തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററാണ്. ഈ കൊല്ലം ആദ്യ പകുതിയിൽ മമ്മൂക്കെന്ന് പറഞ്ഞെങ്കിലും അവസാനത്തോടുകൂടിയിട്ട് തിരിച്ചു പിടിച്ചു. അപ്പോൾ ഈ പോലത്തെ സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക് കിട്ടാനുള്ള പെർഫോമൻസാണ് പുള്ളി കളങ്കാവൽ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഗംഭീര പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് വന്ന പടമാണ്. പക്ഷേ 100 കോടി കിട്ടേണ്ട പടമായിട്ടും അത് കിട്ടാതെ പോയൊരു പടം കൂടിയാണ് കളങ്കാവൽ. അടുത്ത സിനിമയാണ് തുടരും. തന്മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രം എത്തിയൊരു ഫാമിലി എൻ്റർടൈനർ സിനിമയാണ് നമ്മുടെ തുടരും. സിനിമയുടെ തുടക്കത്തിൽ ചെറിയൊരു ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ പറഞ്ഞ് തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കിട്ടിയത് വമ്പൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ കയറുന്ന അഴിഞ്ഞ ആടായിരുന്നു. നമ്മുടെ ഈ ഒരു തുടക്കത്തിൽ ഇൻഡസ്ട്രീറ്റ് അടിച്ച തുടരും സിനിമയ്ക്ക് ഒരുപാട് ഓടാൻ കഴിയും. ലോകം നമ്മുടെ ഇൻഡസ്ട്രീറ്റ് പോകേണ്ടി വന്നു. ഏപ്രിൽ 25 തീയതിയാണ് സിനിമ റിലീസ് ചെയ്തത്. സിനിമ ഇറങ്ങി 225 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ട് ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ടായി. അതുപോലെ തന്നെ ഇൻഡസ്ട്രീറ്റോടെ കുറിച്ചിട്ടു. പക്ഷെ അത് കുറേ പോയില്ല, അത്ര പറയില്ല. ആരണ്ടൊക്കെ കിട്ടിയ പെർഫോമൻസ് അയച്ചു വെച്ച സിനിമയാണ്. തരുൺമൂർത്തിയൊക്കെ കിട്ടുന്ന ആറടി കിട്ടില്ല ഡയറക്ഷനും ജെയ്ക്സി ബിജോയുടെ മ്യൂസിക് കൊണ്ട് പടം എത്തിക്കുന്ന ഒരു വൻ ലെവലിലാണ്. ഇപ്പോഴത്തെ മികച്ച സിനിമകളിലൊന്നാണ് തുടരുമെന്ന സിനിമ. അടുത്ത പടമാണ് എക്കോ. രഞ്ജിത്ത് അയ്യത്താൻ്റെ സംവിധാനത്തിൽ സന്ദീപ് പ്രദീപ് കേന്ദ്ര കഥാപാത്രം എത്തിയ സിനിമയാണ് എക്കോ. സിനിമ അപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ന്. ഗംഭീര പടമാണ്. ഒരു ആനിമൽ ട്രോളജി കാണിച്ചു പോകുന്നൊരു സിനിമയാണ്. കിഷ്കിണ്ടാക്കാണ്ട് പടം, ആ സെയിം ടീമിൻ്റെ പടമാണ്. അടിപൊളി. സന്ദീപിൻ്റെയൊക്കെ പെർഫോമൻസ് സിനിമയിൽ എടുത്ത് പറയണം. പക്ക ഒരു ഐക്കോണിക് സിനിമ എന്ന് പറയുന്നത് ഒരു ഫ്രഷ്നെസ് സാധനം. അതാണ് ഈ ഒരു ടീമിൻ്റെ ഫുൾ മെയിൻ ഫ്രഷ്നെസ് ആണ്, ഓൺലി ഫ്രഷാണ്. ഒരു അടിപൊളി കൊല്ലം ഇറങ്ങിയ ഒരു അടിപൊളി പടം തന്നെയാണ് ഈ ഒരു സിനിമ. അടുത്ത് പൊന്മാൻ എന്ന സിനിമയാണ്. ഡയറക്ടറിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. ബേസി ജോസഫ്, നമ്മുടെ സജിൻ ഗോപു, ലിജോ മോളൊക്കെ കേന്ദ്ര കഥാപാത്ര സിനിമയാണ്. പറയണ്ടല്ലോ, ഹോളിവുഡ് ലെവൽ ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക്. കാരണം കാണാൻ ചെറിയൊരു പടമാണ്, ബട്ട് പടം അടിപൊളിയാണ്. അതായത് ഒരു BGM ഒക്കെ ആണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ആർട്ട് ക്യാൻവാസൊക്കെ ഫ്രെയിമുകളൊക്കെ ചില ഫ്രെയിമുകളൊക്കെ കിട്ടില്ല സാധനമാണ്. ഒരു പടത്തെ പറ്റി ഒരുപാടൊന്നും പറയുന്നില്ല. ഇറങ്ങിയ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണ്. ബേസി ജോസഫിൻ്റെ കരിയറിലെ ബെസ്റ്റ് ക്യാരക്ടറാണ്. ബെസ്റ്റ് ക്യാരക്ടർ കൂടിയാണ് ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ. പൊന്മാൻ ഒരു കിടിലൻ സിനിമ തന്നെയാണ്. അടുത്ത പടം ഈ കൊല്ലം എല്ലാ സിനിമകളും വമ്പൻ ഹിറ്റാണെന്നും പറയാൻ പറ്റത്തില്ല. കളക്ഷൻ വൈസിൽ കഴിഞ്ഞ കൊല്ലത്തെ അത്ര 100 കോടികൾ പിറന്നിട്ടുള്ള ഈ ഒരു കൊല്ലം. ബട്ട് വന്ന സാധനങ്ങളൊക്കെ തീപ്പൊരു സാധനങ്ങളാണ്. അടുത്തോടെ ഡെയ്സിറ എന്ന സിനിമയാണ്. ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ്റെ സംവിധാനത്തിൽ നമ്മുടെ പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് സിനിമയാണ് ഡെയ്സിറ. ഏകദേശം 80 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ട് ഈ ഹലോവിൻ പ്രമാണിച്ച് ഒക്ടോബറിൽ റിലീസ് ചെയ്ത സിനിമയാണ്. സിനിമ തിയേറ്ററിൽ വമ്പൻ ഹിറ്റാണ്. ഇവിടെ പെർഫോമൻസൊക്കെ അടിപൊളിയാണ്. ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടം. അത്യാവശ്യം കളക്ട് ചെയ്ത് 80 കോടി കൂടി കളക്ട് ചെയ്തു. സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയൊരു പടം കൂടിയാണ്. അടുത്ത സിനിമയാണ് ഇനി വലിയ രീതിയിൽ എനിക്കിഷ്ടപ്പെട്ട, ഇപ്പോൾ വലിയൊരു ലെവൽ ഓഫ് പടങ്ങളൊന്നും ഇല്ലെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് പടക്കളം. അടിപൊളി പടമാണ്. നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു കണ്ടന്റ് ഉണ്ടായിട്ട് പോലും വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയൊരു സിനിമയാണ് പടക്കളം. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടി, ഷറഫുദ്ദീൻ, സാഫ് ബോയ്, പിന്നെ നമ്മുടെ സന്ദീപ് പ്രദീപ് ചെക്കൻ അഴിഞ്ഞാടി ഈ ഒരു പടത്തിലാണല്ലോ. ഇതൊക്കെ കബാല പെർഫോമൻസ്. അതായത് ഒറ്റ പടത്തിൽ തന്നെ 2 ഷെയ്ഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കേസല്ല. അതൊരു യൂത്ത് സ്റ്റാറിനെ കൊണ്ട്
ഒരു കാരണവശാലും പറ്റത്തില്ല. പക്ഷെ പുള്ളി അത് കാണിച്ച് തന്നു. പുള്ളിയുടെ മാക്സിമം എഫേർട്ട് എടുത്തു. കിട്ടില്ല സിനിമയാണ്. ഒരു കോളേജ് ബേസിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ പടത്തിലിട്ടൊരു എന്താ പറയുക, പണ്ടത്തെ ടൈപ്പ് ഓഫ് ആ ലെവലിൽ കണ്ടിട്ട് നമുക്ക് ചിരിച്ച് കാണാൻ പറ്റിയൊരു സിനിമ. ആ ലെവലിൽ ഈ ഒരു പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമയാണ് പടക്കളം. അടുത്തൊരു സിനിമയാണ് നമ്മുടെ ആലപ്പുഴ ജിങ്കാന. ഖാലിദ് റഹ്മാൻ്റെ സംവിധാനത്തിൽ നമ്മുടെ നെസ്ലി, സന്ദീപ് പ്രദീപ്, അങ്ങനെ ഒരുപാട് പേര് സിനിമയിലുണ്ടായിരുന്നു. നമ്മുടെ ഗണപതി, ഒരു ബോക്സിങ് കേന്ദ്രീകൃതമായൊരു പടമാണ്. അടിപൊളി സിനിമയായിരുന്നു. മേക്കിംഗ് വൈസ് ആണെങ്കിലും ഒരു കോമഡി ആയിട്ടൊരു ബോക്സിങ് ലെവലൊരു കഥ നല്ല സ്റ്റഡി കണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പടം വേണ്ടത്ര 50 കോടിക്ക് മുകളിൽ സിനിമ പോയി. വിഷ്വൽ റിലീസായിട്ടാണ് സിനിമ വന്നത്. സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയൊരു പടം കൂടിയാണ്. അടുത്തൊരു സിനിമയാണ് നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ മൊത്തത്തിൽ മിക്സ്ഡ് റെസ്പോൺസാണ്. എല്ലാവരുമായിട്ട് മിക്സ്ഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു മുഖഭാഗവും സിനിമയ്ക്ക് വന്നത് നെഗറ്റീവാണ്. പക്ഷേ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം പടം മേക്കിംഗ് വൈസ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുള്ളൊരു സിനിമയിൽ നല്ലൊരു തിരക്കഥയുണ്ട് സിനിമയ്ക്ക്. ഒരു മേക്കിംഗ് ആണെങ്കിലല്ലോ മാത്യു തോമസ്, പിന്നെ ഞാൻ എടുത്ത് പറയാൻ ഇവരൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ അടിപൊളിയായ പെർഫോമൻസ് വൈസ് അടിപൊളി. ശരത് സബ്ബൊക്കെ ഉണ്ടാകും. പുള്ളിയൊക്കെ അടിപൊളി പെർഫോമൻസാണ്. ഒരു അടിപൊളി സിനിമ. പക്ഷേ വേണ്ടത്ര അംഗീകാരം നേടിയില്ല. സിനിമ എന്താ 10 കോടി 20 കോടിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു അടിപൊളി പടം തന്നെയായിരുന്നു. അടുത്തത് ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കാനൊന്നും വരരുത്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ വൈസാണ് പറയുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് ഈ ലെവൽ സാധനമാണ്. അത് ഞാൻ ഇവർ തുടക്കം മുതൽ പടം എഴുതിയാൽ പിന്നെ പറയാൻ ലോജിക്കില്ല. അപ്പോൾ ആ പടം അങ്ങനെയൊക്കെ തന്നെയാണ് വരിക. കാരണം എനിക്ക് എൻ്റെ ഒരു ദിലീപേട്ട തിരിച്ചു വന്നു കഴിഞ്ഞു. ഇൻട്രൽ ഫൈറ്റ് സീനൊക്കെ ഞാൻ റിവ്യൂ ആയിട്ട് പറയാൻ പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് തിരക്കൊക്കെ ഇട്ട് പെയ്യാതൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പടം ഇൻട്രൽ സീനൊക്കെ അടിപൊളിയാണ്. ഇൻട്രൽ ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ അഴിഞ്ഞാട്ടാണ് പടം. അടിപൊളി പടമാണ് ബബ്ബ എന്ന സിനിമ. ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് വന്നൊരു സിനിമയാണ് ബബ്ബ. ഒരു ക്രിസ്മസൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് ബബ്ബ എന്ന സിനിമ. അടുത്ത പടം സർവമായ. അപ്പം നമ്മുടെ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് കണ്ട സിനിമ കൂടിയാണ്. ഒരു ഹൊറർ കോമഡി പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ജംസ്കെയർ സീനൊക്കെ ആയിട്ടുള്ള പടം. പക്ഷേ അതൊന്നുമല്ല. ഇതിൽ ഹൊറർ എന്ന് പറയുന്ന കൺസെപ്റ്റേ വേറെയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ഇപ്പം തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സിനിമയിലൂടെയാണ് നിവിൻ പോളി തിരിച്ചു വന്നത്. ഇതൊരു ഗംഭീരപരമായ 5 ദിവസം കൊണ്ട് സിനിമ 50 കോടി കടന്ന് ഇപ്പോൾ 60 കോടിയിലേക്ക് സിനിമയുടെ അവസാനം എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ സിനിമ 100 കോടി അടിയും. സാധ്യത കുറവാണ്. കാരണം January 9th ഒരു മുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ കിട്ടുന്ന അതേ ലെവലിൽ റിലീസാണ് സിനിമയ്ക്ക് കേരളത്തിലും കിട്ടും. അത് ജനനായകൻ. ഞാൻ അതിലേക്ക് പോകുന്നത് ഒരു വീഡിയോ അണിയറിൽ വരുന്നുണ്ട്. ഉടൻ തന്നെ എത്തും. സിനിമ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവമായ എന്ന സിനിമ നല്ലൊരു പടത്തിയിട്ട് ഇപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് വന്ന സിനിമയാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രേതൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണ്. മുപ്പിലളിച്ചിലൊക്കെ ഒരു സിനിമയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതുപോലെ ഇറങ്ങി ഇഷ്ടപ്പെട്ട സിനിമകൾ. ഞാൻ ഏതായാലും മറന്നുവിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നല്ല ഒരുപാട് പടം. എമ്പുരാൻ ഒരിക്കലും ലിസ്റ്റ് കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എമ്പുരാൻ സിനിമ. അമ്മ പറയുമ്പോൾ 200 കോടിയൊക്കെ കാണുന്നു. എന്തിനാണ് അതൊക്കെ പടം? ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു ഡൊമിനിക് 3D സ്പേസ് എന്ന സിനിമ നല്ലൊരു സിനിമയാണ്. ജസ്റ്റ് മെൻഷൻ ചെയ്യേണ്ട സിനിമയാണ്. അതുപോലെ സുമതി വളവ്, അങ്ങനെ കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ പടങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 150 കൂടുതൽ സിനിമകൾ മലയാള സിനിമയിൽ പോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ വഴിയൊക്കെ പോയ പടങ്ങളാണ്. നല്ല സിനിമകളുണ്ട്, പറയാതിരിക്കാൻ പറ്റും. നല്ല സിനിമകളുണ്ട്. മരണമാസം എന്നൊരു സിനിമ അടിപൊളി പടമാണ്. ഒരു ബ്ലാക്ക് ഹ്യൂമർ സിനിമയാണ്. അങ്ങനെ ഇതൊക്കെയാണ് 2025 അടിപൊളി സിനിമകൾ. ബോളിവുഡ് ഒരു പീക്ക് ഇയർ തന്നെയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 സിനിമകളിൽ ഒന്നായി നമ്മുടെ മലയാള സിനിമ മാറി. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയാണത്. 2026 തുടങ്ങാനുള്ള മണത്തൊക്കെ തുടങ്ങി. 2026 വരെ പോകുന്ന എല്ലാ ഐറ്റങ്ങളും ഹ്യൂജ് ഐറ്റങ്ങളാണ്. ഞാൻ പറയേണ്ട ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ പോയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ 2024 ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ 2024 കാണുക. അപ്പോൾ എന്നാലും ഇനി നമുക്ക് അടുത്ത കൊല്ലം പുതിയ വീഡിയോ, അത് 2026 നമ്മൾ പുതിയ വീഡിയോ വരിക. ഇനിയിപ്പോൾ നമുക്ക് അതിൽ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോ കാണാം. ബൈ.